ആലപ്പുഴയുടെ മാനത്ത് ഇപ്പോൾ മഴക്കോള് മാഞ്ഞിട്ടുണ്ട്. മാനത്ത് നെഹ്റു ട്രോഫിയുടെ വെള്ളിമേഘങ്ങളാണ്. കരകളിലും ക്യാമ്പുകളിലും ആരവങ്ങൾ മുഴങ്ങിക്കഴിഞ്ഞു. ഇന്നേക്ക് 8ാം നാൾ പുന്നമടക്കായലിന്റെ ഓളങ്ങളെ ആവേശത്തിൽ ആറാടിക്കുന്ന 72ാമത് നെഹ്റു ട്രോഫി അരങ്ങേറും. കഴിഞ്ഞ തവണത്തെ വിജയികളായ വില്ലേജ് ബോട്ട് ക്ലബിന്റെ കരയായ കൈനഗരിയിൽ നിന്നും മനീഷ് മഹിപാൽ തയ്യാറാക്കിയ റിപ്പോർട്ട്. അരുൺകുമാർ, ലോകമെമ്പാടും ലക്ഷക്കണക്കിന് ആരാധകരുള്ള നെഹ്റു ട്രോഫി ബോട്ട് റേസിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കി. കരകളിലും ക്ലബ്ബുകളിലും പരിശീലനപ്പുരകളിലുമൊക്കെ തന്നെ അതിന്റെ ആവേശം തുടങ്ങി. ഇപ്പോഴിതാ പമ്പയാറ്റിൽ വില്ലേജ് ബോട്ട് ക്ലബ്ബ് അവരുടെ പരിശീലനമാണ്. പക്ഷേ പരിശീലനം മാറ്റി നടക്കുമ്പോൾ അതിന്റെ ആരവവും ആവേശവും ഇങ്ങ് കരയിലാണ്. കരയിലുള്ള ആളുകൾ ആർപ്പ് വിളിക്കുകയാണ്. അതായത് മഴ മാറി മാനം തെളിഞ്ഞു നിൽക്കുന്നു. ഇനി ഒരേ ഒരു ചർച്ച മാത്രം, ആരായിരിക്കും പുന്നമടയിലെ 22ാം തീയതി നടക്കുന്ന പുന്നമടയിലെ നെഹ്റു ട്രോഫിയിലെ ജലചക്രവർത്തി ആരാകുമെന്ന്. ചേട്ടാ, ഇത്തവണ ആരടിക്കും കപ്പടിക്കും? ഇത്ര വില്ലേജ് ബോട്ട് ക്ലബ്ബ് ഞങ്ങളെന്ന് പറഞ്ഞാൽ പറഞ്ഞ വില്ലേജ് മാത്രമേ ഉള്ളൂ. കഴിഞ്ഞ പ്രാവശ്യം അവർ തന്നെയാണ് ജയിച്ചത്. ഇത്തവണ അവർ തന്നെ ജയിക്കും. മില്ലി സെക്കൻഡറി. പിന്നെ ഞങ്ങളുടെ സഹോദരങ്ങൾ അപ്പുറം UBCയും കളിക്കുന്നുണ്ട്. അപ്പം അവർക്കും ചാൻസ് ഉണ്ട്. നമ്മൾ ആരും ഉപേക്ഷിക്കാൻ പറ്റത്തില്ല. എന്തായാലും നമുക്ക് തുടങ്ങാം, ആവേശം തുടങ്ങാം. ആയ തമ്പൂരാനത്രയും 72 ലഘുവാഴി ആയ തമ്പൂരാനത്രയും ഏതാം മാളിക മുകളിൽ ഇരുന്നരുളോ തരിമടി താഴത്തന്റെ വയസ്സേന് ദൂരത്തു കണ്ടേ താഴത്തന്റെ വയസ്സനെ ദൂരത്തു കണ്ടേ തരിമടി രണ്ടും കൂടെ കഷത്തിങ്കൽ ഇടുക്കിക്കൊണ്ടേ രണ്ടും കൂടി കച്ചത്തിങ്കൽ ഇടുക്കിക്കൊണ്ട് തരിമടി കരയിലെ ആവേശം അവസാനിക്കുന്നില്ല. പുന്നമടയാണോ കൈനകരിയാണോ ഇനി പള്ളാത്തുരുത്തിയാണോ പുന്നമടയിൽ 22ാം തീയതി ജലചക്രവർത്തിയാകുമെന്നതാണ് ഏറ്റവും വലിയ ചർച്ച. ക്യാമറമാൻ അജിത്തിനൊപ്പം റിപ്പോർട്ടർ മനീഷ് മഹിപാൽ, ഇൻ റിപ്പോർട്ടർ ആലപ്പുഴ. താങ്ക് യു മനീഷ് മഹിപാൽ. അപ്പോൾ ആവേശം നിറഞ്ഞു നിൽക്കുകയാണ് ആലപ്പുഴയിൽ. ഇനി അങ്ങോട്ട് ജലപ്പരപ്പിലൂടെ അല്ലെ മിന്നൽ പിണർ പോലെ നമ്മളുടെ നാഗങ്ങൾ ഇങ്ങനെ ചൂണ്ടൻ വള്ളങ്ങൾ ഇങ്ങനെ കുരിച്ചു പായാൻ പോവുകയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നെഹ്റു ട്രോഫി തത്സമയം പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ റിപ്പോർട്ടർ റിവ്യൂയും വിപുലമായ സംവിധാനങ്ങളാണ് ഒരുക്കിയിരിക്കുന്നത്. എല്ലാ തവണത്തെയും ഇന്നവണ്ണം ഇക്കുറിയും നമ്മൾ നെഹ്റു ട്രോഫി വള്ളംകളി ഗംഗേമമാക്കും കേട്ടു. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരും ഉണ്ടാവുക. 22ാം തീയതിയാണ്. ഗംഭീരമായ ആഘോഷത്തിന് വേണ്ടി പ്രിയപ്പെട്ട പ്രേക്ഷകരും തയ്യാറെടുക്കൂ. ഇനി 8ാം നാളാണ്. ഇനി ആലപ്പുഴ ഭാഗത്തേക്കൊക്കെ വരാൻ പറ്റുന്നവരാണെങ്കിൽ വരൂ, നമുക്ക് അവിടെ വെച്ച് കണ്ടുമുട്ടാം. ഓളപ്പരപ്പിന് തീ പിടിപ്പിക്കുന്ന രീതിയിലായിരിക്കും കേട്ടോ ചുണ്ടൻ വള്ളങ്ങൾ മുന്നോട്ട് പോകാൻ പോകുന്നത്. അപ്പോൾ കാത്തിരിക്കും.